ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ന്യൂ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. 2-3 മാസമായിട്ട് ഞാൻ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും തൊട്ട് പോലും നോക്കിയിട്ടില്ല, ചിലതൊന്നും പൊട്ടിച്ചിട്ട് കൂടെയില്ല. ആ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ പ്രിപ്പ് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, ഇമോലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ ഒരു പമ്പ് എടുക്കുകയാണ്, എന്നിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എത്രത്തോളം ഇത് യൂസ് ചെയ്തു എന്നുള്ളത്. അത്രത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ നേരത്തെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി തിൻ കൺസിസ്റ്റൻസിയാണ്. സെറ്റാഫിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു തിൻ കൺസിസ്റ്റൻസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ചേരുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ നറിഷ് ചെയ്യും. ഞാനിപ്പോൾ ഫേസിലും കഴുത്തിലും കണ്ണിലും ഒക്കെ നന്നായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ് കേട്ടോ. ഇതിന് മുന്നിലുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് ഏത് ലിപ് ബാമാണെന്ന്. ഇത് ബോഡി ഷോപ്പിൻ്റെ ബോൺ ലിപ്പി ലിപ് ബാമാണ്. ഫ്ലേവർ വന്നിട്ട് സ്ട്രോബെറി ആണ് കേട്ടോ. വേറെ ഏതൊക്കെ ലിപ് ബാം ഞാൻ വാങ്ങിച്ചാലും ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ലിപ് ബാം ആയിരിക്കും. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര മണമാണ് കേട്ടോ, സ്ട്രോബെറിയുടെ നല്ല കിട്ടില്ല മണമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് മെയ്ബലിൻ്റെ ഈ ഒരു ഫ്രഷ് ടിൻ്റാണ് വിത്ത് SPF 50. ഇത് ഷെയ്ഡ് വന്നിട്ട് 08 ആണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ പമ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഫേസ് ഫുൾ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതുപോലെ തോന്നണ്ടാവും, നിങ്ങൾക്ക് ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് മതി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫിനിഷ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിൻറ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഇതെനിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയൊരു ബ്രൈറ്റനായിട്ട് തോന്നുന്നുമുണ്ട്, എന്നാൽ എൻ്റെ സ്കിൻ എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. എൻ്റെ സ്കിന്നിലുള്ള ഇംപെർഫെക്ഷൻസും ഡാർക്ക് സ്പോട്ട്സും എല്ലാം അതുപോലെ തന്നെ കാണാനും പറ്റുന്നുണ്ട്. എന്നാൽ ചെറുതായിട്ടൊരു ബ്രൈറ്റൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ചെറിയ ഒരു സ്കിൻ ടോൺ ചെറുതായിട്ടൊന്നൊരു വ്യത്യാസം പോലെ, പക്ഷേ എൻ്റെ നാച്ചുറൽ സ്കിന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ നാഴ്സിൻ്റെ ഈ ഒരു കൺസീലറാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നാഴ്സിൻ്റെ റേഡിയൻറ്റ് ക്രീമി കൺസീലറാണ്. ഷെയ്ഡ് നെയിം വന്നിട്ട് മീഡിയം ഡാർക്ക് 1.5 ആണ്. ഞാൻ മിനി സൈസാണ് വാങ്ങിച്ചത്, കാരണം എനിക്ക് ആ ഒരു ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിനി സൈസ് വാങ്ങിച്ചത്. റീസെൻ്റായിട്ട് നാഴ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ നിന്നും സെഫോറ ഇന്ത്യ വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു മിനി സൈസ് ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ ഷെയ്ഡ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇച്ചിരി എക്സ്പെൻസീവ് ആണിത്. ഈ ഒരു കൺസീലർ ഞാൻ എൻ്റെ അണ്ടർ ഐസിലും പിന്നെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഡാർക്ക് സ്പോട്ട്സിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ, ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് കാണിക്കുന്ന ആക്നെ മാർക്സും കൂടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൺസീലറിന് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. നന്നായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കവറേജും ആണ്. പക്ഷേ സ്കിന്നിൽ അത്ര ഹെവി ആയിട്ട് തോന്നുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് വന്നിട്ട് എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് മാച്ചാണ് കേട്ടോ. ഇതൊരു ഹൈലൈറ്റിംഗ് ഷെയ്ഡല്ല, കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. മീഡിയം ഡാർക്ക് 1.5 ആണ് ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് പറയുകയാണെങ്കിൽ മാക്ലിൻ NC 42 ആണ്. ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ബ്യൂട്ടിഫുൾ ഫിനിഷ് കേട്ടോ. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് കൺസീലറാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇത് അടിപൊളി കൺസീലറാണ്, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതാണ് ഒരൊറ്റ പ്രശ്നം, ഇച്ചിരി റേറ്റ് ആണ് ഇതിന്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഷെനലിൻ്റെ ബ്രോൺസറാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാൾ ഇരുന്ന് സേവ് ചെയ്ത് ഒരുപാട് റിവ്യൂസൊക്കെ നോക്കി വാങ്ങിച്ചൊരു സംഭവമാണ്. ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് പോലും, നിങ്ങളുടെ മുന്നേ വെച്ചാണ് ഇത് പൊട്ടിക്കുന്നത്. ഒത്തിരി സമയമെടുത്ത് റിവ്യൂസൊക്കെ നോക്കി, കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഷെയ്ഡ് എങ്ങാനും മാറിപ്പോയാൽ തീർന്നില്ലേ. അതുകൊണ്ട് ഒരുപാട് റിവ്യൂസൊക്കെ നോക്കി കുറച്ച് മാസങ്ങളായിട്ടിരുന്ന് സേവ് ചെയ്ത് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ. ഞാൻ മേടിച്ച ഷെയ്ഡ് വന്നിട്ട് 395 ടാൻ ഡീപ് ബ്രൗൺസ് ആണ്. ഡസ്കി സ്കിൻ ടോൺകാർക്ക് ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്രോൺസിങ് ഷെയ്ഡാണിത്. ഇതിൻ്റെ ടെക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ക്രീമി ജെൽ ബ്രോൺസറാണ്. ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ബാക്ക് ഓഫ് ദ ഹാൻഡ് ഡാബ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ചീക്ക് ബോൺസും ഫോർഹെഡും ജോ ലൈനിലും ഈ ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ആ ബ്രഷിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ.
നെക്സ്റ്റ് പ്രോഡക്റ്റ് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ. ഇത് റെയർ ബ്യൂട്ടിയുടെ സ്റ്റേ വൾണറബിൾ മെൽറ്റിംഗ് ബ്ലഷാണ്. ഷെയ്ഡ് വന്നിട്ട് നിയർലി ബെറി. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ കൈയുടെ പുറകിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാം കുറച്ച്. അതല്ലാണ്ട് ആദ്യമേ അങ്ങ് ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്ത് പിന്നെ ടോൺ ഡൗൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ബിൽഡ് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു സെയിം ബ്ലഷ് തന്നെ എടുത്തിട്ട് കണ്ണിൽ ഔട്ടർ വീൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഔട്ടർ വീൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ നതാഷ ഡിനോന റെട്രോ പാലറ്റ് എടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് എടുത്ത് എൻ്റെ ഐലിഡ്സ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഐലിഡ്സ് ഫുള്ളും ആ ഒരു ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മേബെല്ലിൻ്റെ ലൈൻ ടാറ്റു ഹൈ ഇമ്പാക്റ്റ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് പിഗ്മെൻറ്റഡ് അല്ല. എന്താണെന്നറിയില്ല, ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോഴും സ്മൂത്തായിട്ട് നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ ഐലൈൻ ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പിഗ്മെൻറ്റഡ് അല്ല കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യുന്ന ആളല്ല. കാജൽ യൂസ് ചെയ്യും, പക്ഷേ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സമയം എടുക്കും ഐലൈൻ ചെയ്യുമ്പോൾ. വല്ലപ്പോഴും ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറുള്ളൂ. അത് യൂസ് ചെയ്യുമ്പോൾ നല്ല സമയവും എടുക്കും. കാജൽ യൂസ് ചെയ്യാറുണ്ട് ഞാൻ. A few moments later. അങ്ങനെ വല്ല വിധേനയും കഷ്ടപ്പെട്ട് 2 കണ്ണിലും ഐലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എൻ്റെ കയ്യിലുള്ള പഴയ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ, പുതിയതായിട്ട് വാങ്ങിച്ചതല്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. നെക്സിൻ്റെ മൈക്രോ ബ്രോ പെൻസിലാണിത്. എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളതായിട്ട് തോന്നുന്നത് അവിടെ മാത്രം ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ജസ്റ്റ് ആ സ്പൂലി വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. നാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നാഴ്സിൻ്റെ പവർ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് കില്ലർ ക്വീൻ. ഇതൊരു ബ്യൂട്ടിഫുൾ റോസി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോൺകാർക്ക് ചേരുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.